നമ്മളൊന്ന് കാണേണ്ടത്, ഇതൊരു തുടർ ചർച്ചയായതുകൊണ്ട് തന്നെ ഞാൻ ചില കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന്, ഇവിടെ ബഹുമാന്യനായിട്ടുള്ള CPM-ൻ്റെ MP ഇവിടെ പറയുന്നത് കേട്ടു, ദീർഘവീക്ഷണമുള്ള ഒരു ബഡ്ജറ്റാണെന്ന്. അദ്ദേഹത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, 1957 EMS മുതൽ ഇത്രയും കാലം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ദീർഘവീക്ഷണം ഈ 2024 ഈ ഫെബ്രുവരിയിലാണോ ഉണ്ടായത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഈ ദീർഘവീക്ഷണത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കേരളം സർവ്വരംഗത്തും പരാജയപ്പെട്ട് സമ്പൂർണ്ണമായിട്ടും കടക്കണിയിലകപ്പെട്ട് തകർന്നടിഞ്ഞു കിടക്കുന്നൊരു സംസ്ഥാനമായിട്ട് മാറില്ലായിരുന്നു. ഒരു 50 പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുന്ന വ്യവസായ സംരംഭങ്ങളും അതോടൊപ്പം തന്നെ അടിസ്ഥാന വികസന രംഗത്ത് വലിയ മുന്നേറ്റവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഈ രാജ്യത്തുള്ള ഇവിടുത്തെ യുവാക്കളെയും ഇവിടുത്തെ ജനങ്ങളെയും ഈ നാട്ടിൽ തന്നെ സ്വസ്ഥമായി സംരക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഇത് സാധിക്കാത്തത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ UDF-നോ ഈ നാട്ടിൽ ദീർഘവീക്ഷണം എന്ന് പറയുന്ന ഒരു സാധനം അവരുടെ അയൽവക്കത്തൂടി കൂടി പോയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് എന്ന് ഇനിയും ഈ കേരളത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം. ഇവിടെ ഈ ആഭ്യന്തര ടൂറിസം ശക്തമാകുന്നു എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഇതുണ്ടല്ലോ, ഈ കാഴ്ച ബംഗ്ലാവിലിരിക്കുന്ന കമ്മ്യൂണിസത്തെ കാണാൻ വേണ്ടിയല്ല ഇവിടേക്ക് ആൾക്കാർ വരുന്നത്. അത് ഈ കേരളത്തിൻ്റെ ഒരു പ്രകൃതിയുടെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തിൽ നിങ്ങളുടെ മന്ത്രിയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ വലിയ പങ്കൊന്നും വഹിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അങ്ങ് മനസ്സിലാക്കിയിരിക്കുക. ഇതിൻ്റെ ഒന്നും കേമത്വവും മോഡിയുമൊന്നും ഇവിടെ നിങ്ങൾ പിണറായി വിജയൻ സർക്കാരിലേക്ക് കൊണ്ട് സമർപ്പിക്കാനൊന്നും മെനക്കെടണ്ട. ഇവിടെ നമ്മളൊന്ന് കാണേണ്ട വിദ്യാഭ്യാസ രംഗം. കേരളം ഒരു കാലത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത ശീർഷമായ ഒരു സമീപനം ആയിരുന്നു. ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് കേരളം സമ്പൂർണ്ണമായിട്ട് തകർന്നടിഞ്ഞിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസത്തെ രക്ഷിക്കാൻ സാധിക്കാത്ത വിധത്തിൽ രാഷ്ട്രീയവൽക്കരിച്ച് കഴിവുകെട്ട അധ്യാപകരെ പിൻവാതിലൂടെ നിയമിച്ച് നശിപ്പിച്ചിരിക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഉച്ചക്കഞ്ഞി പോലും നൽകാൻ കഴിവില്ലാത്ത പിടിപ്പുകെട്ട ഒരു സർക്കാരായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ തകർത്തു. ആരോഗ്യ മേഖലയിൽ മുഖ്യമന്ത്രിക്ക് പോലും നല്ല ചികിത്സ വേണമെങ്കിൽ കേരളം വിട്ടു പോകേണ്ട അവസ്ഥ ആണ് എന്ന ഒരു ആഖ്യാനം സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ രംഗത്ത് ആരോഗ്യരംഗത്തിൻ്റെ എന്തെങ്കിലും മേന്മകളുണ്ടെങ്കിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ NHM നാഷണൽ ഹെൽത്ത് മിഷനുമായി ബന്ധപ്പെട്ടും ആയുഷുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പണം വിനിയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയിലുണ്ടാകുന്ന മെച്ചമല്ലാതെ ഈ സംസ്ഥാന സർക്കാരിൻ്റേതായിട്ടുള്ളൊരു മെച്ചവും പറയാനില്ല. ഇനി നമുക്ക് ലൈഫിലേക്ക് വരാം. ലൈഫിൽ ഇവിടുത്തെ ബഹുമാന്യനായിട്ടുള്ള MLA പറയുന്നത് കേട്ടു, കേന്ദ്ര സർക്കാരിൻ്റെ 72,000 രൂപയാണ് ലൈഫിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റേതായ വിഹിതം, ബാക്കി 4 ലക്ഷവും കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്നൊക്കെ ഇങ്ങനെ തള്ളിവിടരുതേ. അങ്ങ് MLA അല്ലേ? അങ്ങനെയാണോ സംഭവം? ഈ പണം ഈ സംസ്ഥാന സർക്കാരിൻ്റേതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്ന പണം ഏതാ? ഈ സംസ്ഥാനത്ത് ധനകാര്യ കമ്മീഷൻ 15ാം ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും നൽകുന്ന വിഹിതത്തിൽ നിന്നാണ് ഇതിൻ്റെ പണം നൽകുന്നത്. പാർപ്പിടം ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി അത് വക കൊള്ളിക്കാം എന്ന പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ടും ദുരുപയോഗം ചെയ്തുകൊണ്ടും കേന്ദ്ര സർക്കാർ തന്നെ ധനകാര്യ കമ്മീഷൻ വഴി തരുന്ന പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന പണമാണ് നിങ്ങൾ ലൈഫ് പദ്ധതി എന്ന പേരിൽ വകമാറ്റി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇനി ഇതിനെ സംബന്ധിച്ച് ഹഡ്കോ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് ധനസഹായം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിലാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ ധനകാര്യ കമ്മീഷൻ നൽകുന്ന പണമെടുത്ത് ബാക്കി പൈസ കൊടുത്തിട്ട് ഇതെല്ലാം പിണറായി വിജയൻ സർക്കാരാണ് തരുന്നത് എന്ന് തട്ടിവിടാൻ അസാധാരണ തൊലിക്കട്ടിയാണ് ആവശ്യം. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ പാവങ്ങളെ പറ്റിക്കാൻ കൊള്ളാം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അക്കാഡമിക് ചർച്ചയിൽ ഇങ്ങനെ വന്ന് പറയരുത് എന്നാണ് ബഹുമാനപ്പെട്ട MLA യോട് എനിക്ക് പറയാനുള്ളത്. ഇവിടെ മറ്റൊന്ന് നമ്മൾ കാണേണ്ടത്,
ഇവിടെ കിഫ്ബിയും അതോടൊപ്പം തന്നെ പെൻഷന് വേണ്ടി ഉണ്ടാക്കിയ കമ്പനിയും, ഈ രണ്ട് കമ്പനിയും ഈ കേരളത്തിൻ്റെ ഗ്യാരണ്ടിയിൽ, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഗ്യാരണ്ടിയിൽ ആണ് പ്രവർത്തിക്കുന്നത്. ഈ കേരളത്തിന് കൊമ്പൊന്നുമില്ല. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ പോലെയുള്ള അവകാശങ്ങളും അധികാരങ്ങളും കേരളത്തിലുണ്ട്. ഇതൊന്നും തന്നെ കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്നില്ല, നിഹരിക്കുന്നില്ല. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള തരികിട പരിപാടികൾ കൊണ്ടുവരുന്ന സമയത്ത് ഈ രാജ്യത്ത് ഒരു സമ്പദ് സംവിധാനമുണ്ടെന്നും ധനകാര്യ കമ്മീഷൻ്റെയും അതോടൊപ്പം തന്നെ CAGയുടെയും ഒക്കെ RBIയുടെയും ഒക്കെ നോംസിന് അടിസ്ഥാനമായിട്ടാണ് ഇന്ത്യയിലെ സാമ്പത്തിക സംവിധാനങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ വിവേകം വേണം. അപ്പോൾ ബഡ്ജറ്റേതരമായിട്ട് ഇത്തരത്തിലുള്ള ബാധ്യതകൾ കേരളത്തിലേക്ക് കൊണ്ടിട്ടിട്ട് ഇതെല്ലാം കേന്ദ്ര സർക്കാർ അങ്ങ് സമ്മതിച്ചു തരണം. കാരണം ഇവിടെ ഞങ്ങൾ ലോകത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകൾ ജീവിച്ചിരിക്കുന്ന സംസ്ഥാനമാണ് എന്നൊന്നും പറയുന്ന ന്യായം ഇനി വിലപ്പോകില്ല എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾ സുരേഷ്, മാത്രമല്ല ഈ പറയുന്ന അർഹതപ്പെട്ട വിഹിതം അനുവദിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ ഈ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുടെ പേരിൽ വിട്ടു നിൽക്കുകയാണ്. കേന്ദ്ര വിഹിതം കൂടി കേരളം കണ്ടെത്തേണ്ടി വരുന്ന പ്രശ്നമുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങളൊക്കെ സർക്കാർ മുന്നോട്ട് വെക്കും. ആരോപണങ്ങൾ സമ്പൂർണ്ണമായ അടിസ്ഥാനരഹിതമാണ്. കേരളത്തിലെ ജനതയെ പറ്റിക്കാനുള്ള പണിയാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി.